പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വന്യ കോറപ്പിസ്കോപ്പമാരെ, ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ഈ കൺവെൻഷൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളവരെ, ഇന്ന് സന്ധ്യാകാലം ഈ മഹാസമ്മേളനത്തിൽ പങ്കുചേരുന്ന ദൈവജനമേ, എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ പരിപാവനമായ പൊന്നു തിരുനാമത്തിൽ സന്ധ്യാവന്ദനം, സ്നേഹവന്ദനം അറിയിക്കട്ടെ. 2018 ആണ്ടിലും ഈ കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ എനിക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ ധ്യാനചിന്തയ്ക്ക് വിഷയമായി തീരുവാൻ വേണ്ടി ഒരു വേദഭാഗം വേർതിരിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ലവോദോക്കിയയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, അനുഗ്രഹീതമായ നല്ല സന്ധ്യാകാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൃപ്പാദപീഠത്തിൽ വന്നു ചേരുവാൻ അടിയങ്ങൾക്ക് തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ വന്നതല്ലല്ലോ, നീ ഞങ്ങളെ കൊണ്ടുവന്നതാണല്ലോ. ഇന്നോളം ഞങ്ങൾ നിന്നതല്ലല്ലോ, നീ ഞങ്ങളെ നിർത്തിയതാണല്ലോ. ഞങ്ങളുടെ യോഗ്യതയല്ലല്ലോ, നിൻ്റെ കൃപയാണല്ലോ. ദൈവമേ, ഞങ്ങൾ വിനയപ്പെട്ട് പാദപീഠത്തിൽ ഇരിക്കട്ടെ. ഞങ്ങളെന്താണെന്ന്, ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് നിനക്കറിയാം. ഞങ്ങൾ മുഴുവനും നിൻ്റെ അവകാശമാകുന്നുവല്ലോ തമ്പുരാനെ. ഇന്ന് സന്ധ്യാകാലം നിൻ്റെ ജനത്തെ സന്ദർശിക്കണമേ. ഞങ്ങളോട് തിരുവുള്ളം തോന്നി തിരുവായി മൊഴിയണമേ. തിബരിയോസിൻ്റെ തീരത്ത് അന്ന് തിരുമുഖത്തേക്ക് നോക്കിയിരുന്ന ജനത്തിൽ മനസ്സലിഞ്ഞ് നീ അവരോട് തിരുവായി മൊഴിഞ്ഞതുപോലെ ഞങ്ങളോട് തിരുവായി മൊഴിയണമേ. നിന്റെ ജനത്തെ തൃപ്തരാക്കി തിരിച്ചയക്കണമേ. ഈ ജനത്തെ പ്രബോധിപ്പിക്കുവാൻ അവിടെ നിന്ന് നിർത്തിയത് കൊണ്ടാണല്ലോ അടിയൻ ഇവിടെ നിൽക്കുന്നത്. കർത്താവേ, അടിയനെ ആരും കാണരുത്. എഴുന്നള്ളി അടിയൻ്റെ മുൻപിൽ നിൽക്കണമേ. അടിയൻ്റെ ശബ്ദമാരും കേൾക്കരുത്. സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചരുളി ചെയ്യണമേ. മഹത്വമെല്ലാം കർത്താവ് എടുക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സ്വർഗം തുറന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നതുകൊണ്ട് സ്തോത്രം. ശുശ്രൂഷയുടെ കർത്തൃത്വം ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമക്കളെ, വായിച്ച് കേൾപ്പിച്ച വേദഭാഗം നിങ്ങൾക്ക് പരിചിതമാണെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. നിങ്ങൾ ഈ വേദഭാഗം പലവട്ടം വായിച്ചു കാണുമല്ലോ. ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതുകളായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. 7 സഭകളെയും അതിൻ്റെ ആന്തരിക നിലകളെയും വിലയിരുത്തി ഒരു സൂപ്പർ സ്കാനർ ചെയ്യുന്നത് പോലെ അതിൻ്റെ ആന്തരികാവസ്ഥയെ വിളിച്ചു പറയുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഉള്ളുകള്ളികൾ ഉള്ളതുപോലെ അറിയുന്ന ദൈവം ഓരോ വ്യക്തിയെയും എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഇവിടെ വ്യക്തമാണ്. ഒരു മനുഷ്യന് രോഗം വന്നിട്ട്
ബാഹ്യമായ നോട്ടത്തിലോ പരിശോധനയിലോ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നാൽ, രോഗകാരണം ആന്തരിക നിലകളിൽ വന്ന തകരാറുകളാണെങ്കിൽ അത് കണ്ടെത്താൻ ആധുനിക സയൻസ് ഉപയോഗിക്കുന്ന മെഷീനാണ് സ്കാനിങ് മെഷീൻ. ഈ കറങ്ങുന്ന മെഷീനകത്ത് കയറ്റി ആളെ പലവട്ടം കറക്കി പുറത്തിറക്കി കഴിയുമ്പോൾ ആന്തരിക അവയവങ്ങളിൽ പിടിപെട്ടിരിക്കുന്ന തകരാറെന്താണെന്ന് കണ്ടെത്തി ആയതിൻ്റെ കൃത്യത അടയാളപ്പെടുത്തിയ ചിത്രം മാത്രമല്ല, അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടും കൂടെ ആ മെഷീൻ പുറത്തു തരും. പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ കാണുന്നതിന് പരിമിതികളുണ്ട്. നമുക്ക് നോക്കിക്കാണാവുന്ന സാഹചര്യങ്ങൾക്കും സാധ്യതകൾക്കും പരിമിതിയുണ്ട്. നിങ്ങൾക്കാർക്കും എൻ്റെ ആന്തരിക നില അറിയില്ല. എനിക്ക് നിങ്ങളൊരാളുടെയും ആന്തരിക നില അറിയില്ല. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളും പുറവും ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക. അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഉള്ളുകള്ളികൾ, ഓരോ വ്യക്തിയുടെയും ഉള്ളുകള്ളികൾ ഉള്ളതുപോലെ അറിയുന്ന ദൈവം ഓരോ വ്യക്തിയെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാളുടെ ഉള്ളിലെ നന്മയും തിന്മയും, വേറൊരാളുടെ ഉള്ളിലെ സ്നേഹവും കയ്പും, ഒരാളുടെ ഉള്ളിലെ സഹിഷ്ണുതയും അസഹിഷ്ണുതയും, മറ്റൊരാളുടെ ഉള്ളിലെ കരുതലും കബളിപ്പിക്കലും, വിശ്വസ്തതയും വഞ്ചനയും, യാഥാർത്ഥ്യവും അഭിനയവും എല്ലാം കൃത്യതയോടെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ലോകത്തുള്ള മനുഷ്യരാരെയും നമുക്ക് കബളിപ്പിക്കാം. മനോഹരമായി അഭിനയിക്കാൻ കഴിയുന്നവരാണല്ലോ നമ്മൾ. എന്നാൽ ഒരു മനുഷ്യൻ്റെ ഉള്ളുകള്ളികൾ, മനോനില, ആ മനുഷ്യൻ്റെ മനനമണ്ഡലത്തിലെ ചിന്തകൾ എന്താണെന്നുള്ളത് കൃത്യതയോടെ വ്യക്തതയോടെ അളന്നു തൂക്കി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തെ ബോധ്യപ്പെട്ട സങ്കീർത്തകനാണ് 139 സങ്കീർത്തനത്തിൽ അത് വിളിച്ചു പറഞ്ഞത്. ദൈവമേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. ദൈവമേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നില്ല. എൻ്റെ മനനമണ്ഡലത്തിൽ ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ പോലും നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നുവല്ലോ. ദൈവമേ, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു എന്നല്ലോ സങ്കീർത്തകൻ പാടിപ്പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ധാരണ നമ്മളെ ആരും അറിഞ്ഞിട്ടില്ലെന്നാണ്. നമ്മുടെ ഉള്ളിലിരിപ്പാരും അറിഞ്ഞിട്ടില്ലെന്നാണ്. രഹസ്യ ജീവിതത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ ഗോപ്യമായി ചെയ്തതും കണ്ടതും തിന്നതും കുടിച്ചതും പോയതും വന്നതുമെല്ലാം ആരും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ നിലവ്. തീപ്പന്തം പോലെ കത്തുന്ന കണ്ണുള്ളവനായി, അഗ്നിജ്വാലയെ വെല്ലുന്ന നയനങ്ങളുള്ളവനായി, സൂര്യനേക്കാൾ പ്രശോഭിതമായ കണ്ണുകളുള്ളവനായി, സൃഷ്ടിയുടെ അന്തരന്തിര്യങ്ങളെ തൂക്കി നോക്കി അറിയുന്ന സർവവല്ലഭനായ ദൈവം ജീവിക്കുന്നു എന്ന ആ വലിയ യാഥാർത്ഥ്യം നിലനിൽക്കയാൽ ദൈവമക്കളെ നമുക്ക് ഒളിച്ചിരിപ്പാനാകില്ല. ഞാൻ എന്താണെന്നുള്ളത് എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് പോലും അറിയില്ല. ഇങ്ങനെ മനഃശാസ്ത്രജ്ഞൻ ഒരു കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത സ്നേഹിതന് പോലും തൻ്റെ പ്രാണസ്നേഹിതൻ്റെ ഉള്ളിലിരിപ്പിൻ്റെ 25% കാര്യങ്ങൾ പോലും അറിയില്ല. ഇത് മനഃശാസ്ത്രജ്ഞൻ വിലയിരുത്തിയ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയുടെ ഉള്ളിലിരിപ്പിൻ്റെ 25% പോലും അറിയില്ല. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നീണ്ട നിവർന്ന് ഞെളിഞ്ഞ് നടക്കാം. കാരണം അവർക്ക് നമ്മുടെ ഉള്ളറിയില്ലല്ലോ. പക്ഷേ എൻ്റെ കർത്താവ് 100% എന്നെ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൂരെയും ചാരെയും ഇരുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദപരിധിക്കുള്ളിലുള്ള ദൈവമക്കളെ, ദൈവാത്മാവ് പറയുന്നത് കേട്ട് നിന്റെ ഉള്ളുകള്ളികൾ 100% അവൻ അറിഞ്ഞിരിക്കുന്നു. അവൻ്റെ മുൻപിൽ എൻ്റെ വേഷം കെട്ടുകൾ നടക്കയില്ല. ഇതാണ് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. ദൈവമക്കളെ, അപ്പോസ്തലനായ യോഹന്നാൻ ആസിയായിലെ സഭകൾക്ക് എഴുതുമ്പോൾ എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സിർദീസ്, ഫിലദൽഫിയ, ലവോദോക്കിയ എന്നീ 7 സഭകളുടെ
ഉള്ളുകള്ളികളും ഉള്ളിലിരിപ്പും വിളിച്ചു പറയുന്നതിൽ ഒടുവിലായി വിളിച്ചു പറയുന്നതാണ് ലവോദോക്കിയായുടെ ആന്തരികാവസ്ഥയും മാനസികാവസ്ഥയും. ഇതെല്ലാം വിവരിക്കുവാൻ ഈ രാത്രി നമ്മൾ ഉദ്യമിക്കുന്നത് പരാജയമായി തീരുമല്ലോ. ഈ ലവോദോക്കിയ സഭ ഉൾപ്പെടെ 7 സഭകളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഉള്ളുകള്ളികൾ ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞ് ചിലരോട് പറഞ്ഞു നീ നല്ല വ്യക്തിത്വമുള്ളയാളാണ്, ചിലരോട് പറഞ്ഞു നീ തണുത്തു പോയിട്ടുണ്ട്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി, ചിലരോട് പറഞ്ഞു നീ അത്യുത്സാഹിയായിരുന്നു, ഇപ്പോഴില്ല. ദൈവമക്കളെ, ഇങ്ങനെ ഓരോരുത്തരുടെയും ഉള്ള അവസ്ഥ ഉള്ളതുപോലെ കണ്ടെത്തി വിളിച്ചു പറഞ്ഞവരെ ബോധ്യപ്പെടുത്തിയ തമ്പുരാൻ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ്റെ കടശി രാത്രി അതേ കണ്ണുകളുമായി ഈ പന്തലിൽ സന്നിഹിതനാണ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും അവൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ്റെ കണ്ണുകൾ നമ്മെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, അവൻ നമ്മെ ശ്രദ്ധിച്ചു നോക്കുന്നു, അവൻ നമ്മുടെ ഉള്ളറിയുന്നു. നമുക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. നമുക്ക് ലോകത്താരെ വേണമെങ്കിലും കബളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയില്ല. പള്ളിയിൽ അച്ഛനെ പറ്റിക്കാം, മെത്രാപ്പോലീത്തയെ പറ്റിക്കാം, നമ്മുടെ ജീവിത പങ്കാളിയെ പറ്റിക്കാം, മാതാപിതാക്കളെ പറ്റിക്കാം, മക്കളെ കബളിപ്പിക്കാം, കൂടപ്പിറപ്പുകളെ പറ്റിക്കാം, സുഹൃത്തുക്കളെയും പറ്റിക്കാം, പക്ഷെ ദൈവത്തെ മാത്രം കബളിപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിരിക്കട്ടെ. ഇനി ലവോദോക്കിയയെക്കുറിച്ച്. ചിറ്റാസിയായുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പട്ടണമാണ് ലവോദോക്കിയ. BC 3-ാം നൂറ്റാണ്ടിൽ സിറിയയിലെ അന്തിയോക്കസ് രണ്ടാമൻ രാജാവ് തൻ്റെ ഭാര്യയായ ലവോദേസിൻ്റെ പേരിൽ പണി കഴിപ്പിച്ച പട്ടണമാണ് ലവോദോക്കിയ. ദൈവമക്കളെ, ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട മുംതാസിൻ്റെ സ്മാരകമായി പണി കഴിപ്പിച്ചതാണല്ലോ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നൊന്ന് വിളിക്കപ്പെടുന്നതായ ആ മനോഹരമായ മാർബിൾ കൂടാരം. ഇവിടെ വായിക്കുന്നു, ദൈവമക്കളെ, BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സിറിയയിലെ അന്തിയോക്കസ് രണ്ടാമൻ രാജാവ് തൻ്റെ പ്രേമഭാജനമായ തൻ്റെ പ്രേയസിയായ പ്രിയ ഭാര്യ ലവോദസിൻ്റെ പേരിൽ സ്ഥാപിച്ചതായ പട്ടണമാണ് ലവോദോക്കിയ. തീർന്നിട്ടില്ല. എഫെസോസ്, മുർന എന്നീ പട്ടണങ്ങളിൽ നിന്ന് വരുന്ന രാജപാത ലവോദോക്കിയയിലൂടെ കടന്ന് പിസീദിയയിലെ അന്തോക്കിയയിലേക്ക് പോകുന്നു. കേൾക്കുക, രാജപാത കടന്നു പോകുന്ന പട്ടണമാണ് ലവോദോക്കിയ. രാജാക്കന്മാരുടെ രഥചക്രങ്ങൾ ഉരുണ്ടിട്ടുള്ള ഒരു തെരുവീഥിയുള്ള പട്ടണമാണ് ലവോദോക്കിയ. തീർന്നിട്ടില്ല. എഫെസോസ്, സ്മുർന എന്നീ പ്രസിദ്ധ തുറമുഖങ്ങളിൽ നിന്ന് ഏകദേശം 50-70 മൈൽ ദൂരം മാത്രമുള്ള കച്ചവടത്തിന് കേൾവി കേട്ട ഒരു പട്ടണമാണ് ലവോദോക്കിയ. ഒരു തുറമുഖത്തിലേക്ക് 50 മൈൽ, വേറൊരു തുറമുഖത്തിലേക്ക് 70 മൈൽ എന്ന് വെച്ചാൽ 2 വലിയ തുറമുഖങ്ങളുടെ മധ്യേ കിടക്കുന്ന കച്ചവടത്തിന് കേൾവി കേട്ട നാടാണ് ലവോദോക്കിയ. തീർന്നിട്ടില്ല. ധാരാളം ധനവ്യാപാര കേന്ദ്രങ്ങൾ അഥവാ ബാങ്കുകൾ ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ് ലവോദോക്കിയ. ദൈവമക്കളെ, അന്നത്തെ കാലത്ത് ബാങ്കുകൾ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. ചരിത്രം പഠിച്ചാൽ അറിയാം, അനേക ധനവ്യാപാര കേന്ദ്രങ്ങൾ, ധനവ്യാപാരം എന്ന് വെച്ചാൽ ബാങ്കിങ്, അതുണ്ടായിരുന്ന പട്ടണമാണ് ലവോദോക്കിയ. തീർന്നിട്ടില്ല. ആട്ടുരോമം കൊണ്ട് വളരെ വിലപിടിപ്പുള്ളതായ പരവതാനികൾ, വസ്ത്രങ്ങൾ, കറുത്ത കമ്പിളികൾ എന്നിവ നെയ്തെടുത്തിരുന്ന പട്ടണമാണ് ലവോദോക്കിയ. ലവോദോക്കിയയുടെ ഒരു മാസ്റ്റർ പീസാണ് കറുത്ത കമ്പിളി എന്ന് പറയുന്നത്. ദൈവമക്കളെ, തീർന്നിട്ടില്ല. റോമാ സാമ്രാജ്യം വളരെ വിശാലമായി കിടക്കുകയാണ്. അളന്നെടുക്കാനാകാത്ത വലിയ റോമാ സാമ്രാജ്യത്തിലെ ആകമാനം ആളുകൾക്ക് ആവശ്യമുള്ള കണ്ണിന് വേണ്ടതായ മരുന്ന്, നയനലേപനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നതും ധാരാളം വൈദ്യന്മാർ പ്രത്യേകിച്ച് നയന ചികിത്സയ്ക്ക് കേൾവി കേട്ട ഇടമായതുകൊണ്ട് നയന ചികിത്സകരുണ്ടായിരുന്ന പട്ടണമാണ് ലവോദോക്കിയ. അവിടെയും തീരുന്നില്ല ലവോദോക്കിയയുടെ വർണ്ണന. AD 60 ഉണ്ടായതായ ഭൂകമ്പത്തിൽ
ലവോദോക്കിയ പട്ടണം നിശേഷം തകർന്നു പോയി. എന്നാൽ റോമ ഗവൺമെന്റിൽ നിന്ന് 1 രൂപ സഹായം തേടാതെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് ഉപയോഗിച്ച് തകർന്ന് താളടിയായി പോയ ലവോദോക്കിയ പട്ടണത്തെ പുനർനിർമ്മിച്ച ചരിത്രമുള്ള ഒരു പട്ടണമാണ് ലവോദോക്കിയ. എന്താണ് ലവോദോക്കിയ? ദൈവമക്കളെ, നമുക്കായി ചിന്തിച്ചാൽ ഏതർത്ഥത്തിലും അഹങ്കരിക്കാവുന്ന ഒരു പട്ടണമാണ് ലവോദോക്കിയ. ആരുടെ മുമ്പിലും ചുരുണ്ടുകൂടേണ്ട കാര്യമില്ലാത്ത പട്ടണമാണ് ലവോദോക്കിയ. സമ്പന്നതയുടെ നെറുകയിൽ നിന്ന പട്ടണമാണ് ലവോദോക്കിയ. കച്ചവടത്തിന് കേൾവി കേട്ട പട്ടണമാണ് ലവോദോക്കിയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ഇവിടെ വന്ന ഈ ജനത്തെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് എന്തെന്നാൽ, ഈ ലവോദോക്കിയ ഈ ഇരിക്കുന്ന ജനമാണ്. ഈ വർണ്ണിച്ച് കേൾപ്പിച്ച പട്ടണം ഇവിടെ ഇരിക്കുന്ന ജനമാണ്. സത്യത്തിൽ നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവർ ഈ ഒരു കുറവ്? പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എത്ര സമ്പന്നരാണ്. സ്ഥാനമാനങ്ങൾക്ക് കുറവില്ല, സൗന്ദര്യത്തിന് കുറവില്ല, സമ്പത്തിന് കുറവില്ല, ആഡംബരത്തിന് ഒട്ടും കുറവില്ല, പേരിനും പ്രശസ്തിക്കും കുറവില്ല, കുടുംബമഹിമയ്ക്കും കുലമഹിമയ്ക്കും പാരമ്പര്യത്തിനും ഒരു ക്ഷതവും ഏറ്റിട്ടില്ല. ഭക്തിയുടെ പുറംകുപ്പായവും ഇട്ടിട്ടുണ്ട്. ദൈവമക്കളെ, ആത്മീയമായി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നിടത്തോളം ചെയ്യാൻ മറ്റാര് വിചാരിച്ചാൽ പറ്റും? വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ ജനത്തോളം വേറുള്ളവർ എവിടെയുണ്ട്? ദൈവമക്കളെ, നമ്മുടെ പ്രകടനങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നവയാണല്ലോ. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ലാത്തവരെന്ന് നനച്ചു വച്ചിരിക്കുന്നവർ, എല്ലാം തികഞ്ഞവരെന്നൊരു ആന്തരിക ബോധമുള്ളവർ, എല്ലാറ്റിലും അഹങ്കരിപ്പാൻ അർഹതയുണ്ടെന്ന് നനയ്ക്കുന്നവർ, ദൈവമക്കളെ, ഭൗതികമായും ആത്മീകമായും അല്പം നിഗളിപ്പ് കയ്യിലുള്ളവർ, ആരുടെ മുമ്പിലും കൂസാത്തവർ, ആർക്കും വഴിമാറിക്കൊടുക്കാത്തവർ, ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ചു നിൽക്കുന്നവർ, ഞാനെന്തോ വലിയ സംഭവമാണെന്ന് പറയാതെ പറയാൻ ശ്രമിക്കുന്നവർ, അതല്ലേ നമ്മൾ? അതല്ലേ നമ്മൾ? അല്ലെന്ന് ആർക്ക് അവകാശപ്പെടാൻ കഴിയും? എന്നാൽ നമ്മളിതൊക്കെ അവകാശപ്പെട്ടിരിക്കുമ്പോൾ തീജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ ഇന്ന് നമ്മുടെ മധ്യേ വെളിപ്പെട്ടു നിന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് തൻ്റെ സൂപ്പർ സ്കാനിൽ നമ്മളെ കയറ്റി ഇറക്കി സ്കാനിങ് നടത്തിയിട്ട് റിപ്പോർട്ട് പറയുന്നത് കേൾക്കുക, വിളിച്ചു പറയുന്നത് കേൾക്കുക. ലവോദോക്കിയായേ, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതവാനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹിക്കുമായിരുന്നു. നീ ഉഷ്ണവാനായിരുന്നുവെങ്കിലും ഞാൻ നിന്നെ സഹിക്കുമായിരുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയുമെന്നാണ് BSI ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. ഈ ഉമിണ്ണുകളയുമെന്ന വാക്ക് എത്ര വട്ടം വായിച്ചു ദൈവമക്കളെ? എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്? അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്നാണ്. ഉമിണ്ണുകളയുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തുപ്പിക്കളയുമെന്നാണ്. ദൈവമക്കളെ, എന്താണ് ലവോദോക്കിയയുടെ കുറ്റം? ലവോദോക്കിയ, നിനക്ക് നിലപാടുകളില്ല, നിനക്ക് നിലപാടുകളില്ല. നീ ആർക്കും ഒന്നിനും പിടികൊടുക്കാത്ത വ്യക്തിയാണ്. നാടോടുമ്പോൾ നടുവേ ഓടുന്ന ശീലമാണ് നിൻ്റേത്. ചെല്ലുന്നിടം പീവോ എന്നതാണ് നിന്റെ സിദ്ധാന്തം. നിനക്ക് നിന്റെ വ്യക്തിത്വം സൂക്ഷിക്കുന്ന നിലപാട് നിനക്കില്ല. എല്ലാവരും തെക്കോട്ടാണെങ്കിൽ ഞാനും തെക്കോട്ട്, എല്ലാവരും വടക്കോട്ടാണെങ്കിൽ ഞാനും വടക്കോട്ട്, എല്ലാവരും ഭക്തന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞാനും ഭക്തന്മാരുടെ കൂട്ടത്തിൽ. ഭക്തന്മാരുടെ കൂട്ടത്തിലെത്തിയാൽ പരമഭക്തൻ പരമഭക്ത. എന്നാൽ മറുവശം ചിന്തിച്ച് മദ്യപാനങ്ങളുടെ കൂട്ടത്തിലെത്തിയാൽ മുഴുക്കുടിയൻ. ധ്യാനം കൂടുന്നതിലും ധ്യാനം നടത്തുന്നതിലും ആധ്യാത്മിക കാര്യത്തിലും മുൻപന്തിയിലല്ലേ നമ്മൾ? പള്ളി ആരാധനയിലും ആത്മീക പ്രസ്ഥാനങ്ങളിലും മുൻപന്തിയിൽ തന്നെ ഉണ്ടല്ലോ. പള്ളി ഭരിക്കാനും അധികാരം പിടിക്കാനും നമ്മുടെ കഴിവിൻ്റെ പരമാവധി
കച്ചമുറുക്കി കെട്ടുമ്പോ ആധ്യാത്മികതയുടെ പുറന്തോട് പൊളിച്ചു മാറ്റി നമ്മുടെ ഉള്ളിലെ വിഷപ്പാമ്പ് പുറത്തു ചാടാറുണ്ടല്ലോ. ദൈവമക്കളെ, വേഷം കെട്ടുകയാണ് ഈ ജനത. വ്യക്തിപരമായി പ്രാർത്ഥനയില്ല, കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല, ഭാര്യയുടെ കണ്ണുനീര് ഭർത്താവ് കാണുന്നില്ല, ഭർത്താവിൻ്റെ വ്യസനം ഭാര്യ കാണുന്നില്ല, മക്കൾ മാതാപിതാക്കളുടെ കലഹം കണ്ട് നെഞ്ചുപൊട്ടി കരയുന്നത് കാണുന്നില്ല, അപ്പൻ്റെ മദ്യപാനത്തിൽ ചങ്കുപൊട്ടിപ്പോയ മക്കൾ എന്തു ചെയ്യണ്ടുവെന്നറിയാതെ തലകുമ്പിട്ട് കരയുന്നത് കാണുന്നില്ല. ഭർത്താവ് ഇങ്ങനെ മദ്യപിച്ചും കുടുംബം മുടിച്ചും ഈ സമ്പത്ത് തകർത്തും തലമുറകൾക്ക് ദോഷം വരുത്തി സമ്പന്നതയുടെ നെറുകയിൽ നിന്ന കുടുംബം കുളം തോണ്ടി താറുമാറായി പാതാളത്തോളം താഴ്ന്നു പോകുന്നത് കണ്ടിട്ട് ചങ്കലച്ച് കരഞ്ഞ് ഉറക്കം നഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കുടുംബ തകർച്ചയെ കാണുന്നില്ല. ഭക്തിയുടെ പുറംകുപ്പായമിട്ടിട്ടുണ്ട്. വേഷം കെട്ടി ഞെളിഞ്ഞങ്ങ് നിന്നാൽ നമ്മുടെ മുന്നിൽ ആരും മാറി നിൽക്കില്ലേ? എന്താണ് നമ്മുടെ ഭക്തിയുടെ പ്രകടനം? ദൈവമക്കളെ, എന്താണിത് തിരിച്ചറിയാത്തത്? ഈ നിലപാടിനെ കർത്താവ് വെറുക്കുന്നു. പച്ചയ്ക്കതാണ് പറയേണ്ടത്. നിന്റെ നിലപാടിനെ കർത്താവ് വെറുക്കുന്നു. നിലപാടില്ലാത്ത നിലപാടുമായി നീ ഈ ലോകത്ത് ജീവിക്കുന്നത് കർത്താവ് വെറുക്കുന്നു എന്ന് ഈ രാത്രി വിളിച്ചു പറയുകയാണ്. നിനക്കൊരു വ്യക്തിത്വമുണ്ടെങ്കിൽ നീ ആ വ്യക്തിത്വം പ്രകടിപ്പിക്കണം. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനിയായി ലോകത്ത് ജീവിക്കണം. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവ പൈതലായി ലോകത്ത് ജീവിക്കണം. നിന്റെ മാനത്തിനൊത്തവണ്ണം, നിന്റെ സ്റ്റാറ്റസിനൊത്തവണ്ണം. നിനക്കത് കഴിയുന്നില്ല എങ്കിൽ നീ ലവോദോക്കിയ സഭയാണ്. പുറം വേഷം വളരെ മനോഹരം, ഭക്തിയുടെ പുറംകുപ്പായമിട്ടിട്ടുണ്ട്. ആന്തരിക നില എന്താണ്? അഹന്തയ്ക്ക് കുറവ് വല്ലതുമുണ്ടോ? മത്സരത്തിന് കുറവ് വല്ലതുമുണ്ടോ? മദ്യപാനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ? ആഘോഷത്തിന് കുറവ് വരുത്തിയിട്ടുണ്ടോ? ആഡംബരത്തിൽ അല്പമെങ്കിലും ഒന്ന് വിനയം കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മത്സരം അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഞാനൊരു ദൈവ പൈതലാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഇവിടെ ആർക്കാണ് ആർജവമുണ്ടാവുക? അത് ഇല്ലെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ പേര് ലവോദോക്കിയായി എന്ന് തന്നെ. 2 തോണിയിൽ കാൽ വെച്ചും 2 യജമാനന്മാരെ സേവിച്ചും അവസരവാദിയായി അപ്പോഴപ്പോഴത്തേതിനൊത്തവണ്ണം നമ്മുടെ നിലപാടുകളെ നാം എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വെറുക്കുന്നു എന്ന്. കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല ഇത്. കേൾക്കാൻ സുഖമുള്ള കാര്യം അച്ഛൻ ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ലല്ലോ. ദൈവമക്കളെ, വായിലിട്ട ഒരു സംഗതി തുപ്പിക്കളയുന്നത് എപ്പോഴാ? അതിന് അരുചിയോ കയ്പോ അനുഭവപ്പെടുമ്പോഴല്ലേ. മധുരമുള്ളൊരു സാധനം വായിലിട്ടാൽ ആരും തുപ്പിക്കളയില്ല, അത് നുണഞ്ഞിറക്കും. കയ്പുള്ള സാധനമാണ് വായിൽ വന്നതെന്നറിഞ്ഞാൽ, രുചികേടുള്ള സാധനമാണ് വായിൽ വന്നതെന്നറിഞ്ഞാൽ ഞാനും നിങ്ങളും അത് തുപ്പിക്കളയും. ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് എന്നെ രുചിച്ചു നോക്കി, ആ രുചി അനുഭവപ്പെടുന്നു. കർത്താവ് എന്നെ രുചിച്ചു നോക്കി, കയ്പ് അനുഭവപ്പെടുന്നു. അതിനാൽ അവൻ തൻ്റെ വായിൽ നിന്ന് എന്നെ തുപ്പിക്കളയുമെന്ന്. ഞാൻ അഭിനയിക്കുന്നത് പോലുള്ള ഭക്തിയൊന്നും എന്നിലില്ലെന്ന്, ഞാൻ പ്രകടമായി കാണിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലില്ലെന്ന്, ഞാൻ പുറമേ കെട്ടിയാടുന്ന വേഷവും എൻ്റെ അകത്ത മനുഷ്യൻ്റെ നിലപാടുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന്. ഞാൻ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഭക്തിയോടെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നു, പക്ഷേ എൻ്റെ രഹസ്യ ജീവിതം പാപത്തിൻ്റെ കൂത്തരങ്ങാണെന്ന്, ഞാൻ അഹങ്കാരം കൊണ്ട് അന്ധത പിടിപെട്ട മനുഷ്യനാണെന്ന് എൻ്റെ ദൈവം കണ്ടെത്തുമ്പോഴല്ലേ ഈ നിലപാട് വെളിപ്പെടുത്തുന്നത്. ഞാൻ നിന്നെ തുപ്പിക്കളയുമെന്ന്. ദൈവമക്കളെ, ആർക്കാണ് ഇതിനോട് മറുപടി പറയാൻ കഴിയുക? ഈ വലിയ നോമ്പിൻ്റെ ആദ്യത്തെ ആഴ്ച പിന്നിട്ടുന്ന 2ാമത്തെ ഞായറാഴ്ചയായി. എത്ര വലിയ നോമ്പുകാലങ്ങൾ കഴിഞ്ഞു, എത്ര നോമ്പനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി, എത്ര വട്ടം ഈ ജനം കുമ്പസാരിച്ചു. എന്നിട്ട് ഇന്ന് വരെ ജീവിതത്തിൽ പാപത്തോട് വിട പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ നടത്തിയത് കുമ്പസാരമല്ല, നീ ദൈവമായ കർത്താവിനെ കബളിപ്പിക്കുകയായിരുന്നു. മദ്യപാനി കുമ്പസാരിച്ചിട്ടെന്തേ മദ്യപാനം നിർത്തിയില്ല?
പരസ്പരം വഴക്കിടുന്നവർ കുമ്പസാരിച്ചിട്ടെന്തേ വഴക്ക് അവസാനിപ്പിച്ചില്ല? പ്രിയപ്പെട്ടവരെ, പരസ്പരം കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ കുമ്പസാരിച്ചിട്ടെന്തേ കൂടപ്പറപ്പുമായിട്ടുള്ള കേസ് അവസാനിപ്പിച്ചില്ല? ദൈവമക്കളെ, കുടുംബത്തിൽ നിരന്തരം കലഹമുണ്ടാക്കുന്നവർ കുമ്പസാരിച്ചിട്ടെന്തേ കുടുംബ കലഹം അവസാനിപ്പിച്ചില്ല? ബിസിനസ്സിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഒരുപാട് സമ്പത്ത് സ്വരൂപിച്ചവർ കുമ്പസാരിച്ചിട്ടും എന്തേ തട്ടിപ്പും വെട്ടിപ്പും നിർത്തിയില്ല? ഈ ജനം കുമ്പസാരിച്ചില്ല. ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അത് ബോധ്യപ്പെട്ടവനാണ് ഈ നോമ്പിൽ ഇവിടെ നിന്ന് വിളംബരം ചെയ്യുന്നത്. നീ എന്നെ കബളിപ്പിക്കാമെന്ന് നിനച്ചെങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ നിന്റെ ഉള്ളറിഞ്ഞിരിക്കുന്നു. നീ ലവോദോക്കിയായാണ്. ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. തുപ്പൽ ഏറ്റവും വെറുക്കപ്പെട്ട വസ്തുക്കളിലൊന്നാണ്. മനുഷ്യ ശരീരത്തിൽ നിന്ന് വിസർജ്യം പുറത്തു പോകുന്നത് പോലെയാണ് തുപ്പലും പുറത്തു പോകുന്നത്. തുപ്പൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വസ്തുവാണ്. ആരും അത് സ്വീകരിക്കില്ല. തുപ്പലിൻ്റെ ഇടം കുപ്പത്തൊട്ടിയിലാണ്. എങ്കിൽ ദൈവമക്കളെ, കർത്താവ് എന്നെയും നിന്നെയും തൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? എൻ്റെ ദൈവം എന്നെ തുപ്പിക്കളഞ്ഞാൽ എൻ്റെ ഈ ജീവിതത്തിന് എന്താണ് പിന്നെ അർത്ഥം? എൻ്റെ ഭാവി എന്താണ്? ഞാൻ എന്താകും? കുപ്പത്തൊട്ടിയിൽ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ലവോദോക്കിയ സഭയോട് കർത്താവ് പറയുന്നത് കേൾക്കുക. നിനക്കറിയില്ല നീ ആരാണെന്ന്. ശരിക്കും നിനക്കറിയില്ല നീ എന്താണെന്ന്. നീ നനയ്ക്കുന്നതൊന്നുമല്ല. നീ നിന്നെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകൾ മുഴുവനും തെറ്റാണ്. ഇന്ന് ഈ പന്തലിരിക്കുന്ന ജനത്തെ നോക്കിയാണ് കർത്താവ് ഈ വാക്കുകൾ പറയുന്നത്. നിനക്കറിയില്ല നീ ആരാണെന്ന്. നിനക്കറിയില്ല നീ എന്താണെന്ന്. നിന്നെക്കുറിച്ച് നീ നനച്ചു വച്ചിരിക്കുന്ന സംഗതികളൊക്കെ തെറ്റാണ്. ഹേ മനുഷ്യ, നീ പറയുന്നു നീ സമ്പന്നനാണെന്ന്, എനിക്കൊന്നിനും മുട്ടില്ലെന്ന്. കർത്താവ് തിരുത്തുകയാണ്. ഒന്നാമത്തെ തിരുത്ത്. മനുഷ്യ, നീ പറയുന്നു നീ സമ്പന്നനാണെന്ന്, എനിക്ക് യാതൊന്നിനും മുട്ടില്ലെന്ന്. ഓർത്താൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, വലിയ ബിസിനസ് സാമ്രാജ്യം കയ്യിലുണ്ട്, കൊട്ടാര സദൃശ്യമായ വീടുകൾ 2, 3, 4 എണ്ണമുണ്ട്, 8, 10 വാഹനങ്ങൾ മുറ്റത്തും മറ്റിടങ്ങളിലുമായിട്ട് കിടപ്പുണ്ട്, മക്കൾ വിദേശത്തുണ്ട്. ഇങ്ങനെ ചിന്തിച്ചു പോയാൽ എന്താണൊരു കുറവ്? എന്തിനാണൊരു കുറവ്? ഈ ഇരിക്കുന്ന ആളുകളിൽ ഒത്തിരി പേരും അഹന്തയോടെ പറഞ്ഞിട്ടുള്ള വാക്കാണ്, എനിക്കൊന്നിനും കുറവില്ല, ഒന്നിനും മുട്ടില്ല. ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, മക്കൾ വിദേശത്തുണ്ട്, വില കൂടിയ വീടുണ്ട്, വില കൂടിയ വാഹനമുണ്ട്, കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ട്, സമൂഹത്തിൽ അധികാരമുണ്ട്, പള്ളിയിലും സഭയിലും സ്ഥാനമാനങ്ങളുണ്ട്. എന്നാൽ ഈ രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, നീ നിർഭാഗ്യവാൻ, നീ അരിഷ്ടൻ, നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ. ഇത് കർത്താവിൻ്റെ റീഡിംഗ് ആണ്. നമ്മളുടെ വായന ആദ്യം പറഞ്ഞതാണ്, നമുക്ക് നമ്മെക്കുറിച്ചുള്ള ബോധ്യം. എന്നാൽ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് സൂപ്പർ സ്കാനർ കൊണ്ട് നമ്മളെ അടിമുടി പരിശോധിച്ച് അകവും പുറവും വായിച്ചെടുത്തവൻ പറയുന്നു, നീ നിർഭാഗ്യവാൻ, നീ അരിഷ്ടൻ, നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ. ഇത് ദൈവത്തിൻ്റെ വായനയാണ്. എന്നെക്കുറിച്ച് ഞാൻ വായിക്കുന്നതല്ല ശരിയായ വായന, എന്നെക്കുറിച്ച് എൻ്റെ ദൈവം വായിക്കുന്നതാണ് ശരിയായ വായന. എന്നെക്കുറിച്ച് ഞാൻ വായിക്കുന്നതെല്ലാം എൻ്റെ അഹങ്കാരത്തിൻ്റെ കണ്ടെത്തലാണ്. എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ വായന യാഥാർത്ഥ്യത്തിൻ്റെ കണ്ടെത്തലാണ്. ലോകത്തൊരു മനുഷ്യനും സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് ഒരിക്കലെങ്കിലും കണ്ടെത്തി കാണുമോ? തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് സമ്മതിച്ച എത്ര പേരുണ്ട്? എനിക്ക് തെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് മനഃപൂർവ്വം മനസ്താപത്തോടെ പറഞ്ഞ എത്ര പേരുണ്ട്? നമ്മളെപ്പോഴും ന്യായീകരിക്കുന്നവരാണ്. മറ്റുള്ളവരെ പഴിചാരി അവരുടെ കുഴപ്പം കൊണ്ടാണിത് സംഭവിച്ചത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയല്ലാതെ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞവരാരുണ്ട്?
അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾ കുമ്പസാരിച്ചിട്ടുമുണ്ടാകും. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ആൾ ജീവിതത്തിൽ ഇന്ന് വരെ കുമ്പസാരിച്ചിട്ടില്ലെന്ന്. ഇത് സത്യമോ? ഇത് തിരുത്താൻ പറ്റില്ല ദൈവമക്കളെ. കർത്താവ് പറയുന്നു, ഒന്നാമത്തെ വാക്ക്, മനുഷ്യ നീ ഭാഗ്യമെന്നെണ്ണുന്നതെന്തോ അത് തന്നെയാണ് നിന്റെ നിർഭാഗ്യം. നീ ഭാഗ്യമെന്നെണ്ണുന്നതെന്തോ അത് തന്നെയാണ് നിന്റെ നിർഭാഗ്യം. ഈ ലോകവും അതിൻ്റെ സുഖങ്ങളും തന്നെ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ സമ്പത്ത്, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ, ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ, ലോകത്തിൻ്റെ ബാങ്ക് ബാലൻസ്, അതാണ് നീ ഭാഗ്യമെന്ന് പറയുന്നത്. സത്യമാണ്. ഒരാളെ ഭാഗ്യവാനെന്ന് നമ്മൾ വിളിക്കുന്നത് ആ ആളുടെ ഭൗതിക സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. രോഗമില്ല, പ്രയാസമില്ല, കഷ്ടതയില്ല, ദാരിദ്ര്യമില്ല, സമ്പന്നതയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. ഇങ്ങനൊരാളെയാണ് നമ്മൾ ഭാഗ്യവാനെന്ന് വിളിക്കുന്നത്. അങ്ങനെയൊരു ഭാഗ്യം കണ്ടെത്താനാണ് നമ്മളൊക്കെ പരിശ്രമം ചെയ്യുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നു, നീ ഭാഗ്യമെന്നെണ്ണുന്നതെന്തോ അത് തന്നെ നിന്റെ നിർഭാഗ്യം. എന്തുകൊണ്ടെന്നാൽ നീ ഭാഗ്യമെന്നെണ്ണുന്ന ഭൗതിക സമ്പത്തും ഭൗതിക സാധ്യതകളും അത് തന്നെ നിന്നെ ദുഃഖിപ്പിക്കും, അത് നിന്നെ തകർക്കും, അത് നിന്നെ തെറ്റായ ലക്ഷ്യത്തിലേക്ക് നയിക്കും, അത് നിന്റെ ആധ്യാത്മിക ജീവിതത്തെ അധപ്പതിപ്പിക്കും, അത് നിന്നെ അഹങ്കാരിയാക്കും, അത് നിന്നെ ദൈവത്തോട് മത്സരിക്കാൻ പ്രേരിപ്പിക്കും, ഒടുവിൽ അത് നിന്നെ നരകത്തിലെത്തിക്കും. ഈ ലോകത്ത് നീ ഭാഗ്യമെന്നെണ്ണുന്ന ഭൗതിക സാധ്യതകളെല്ലാം നിന്റെ നിർഭാഗ്യങ്ങളാണ്. ഈ ലോകത്ത് മനസ്സുറപ്പിച്ച ഒരാൾക്കും സ്വർഗമെന്നൊരു സ്വപ്നം പോലും മനസ്സിൽ കാണില്ല. പാടുന്നത് എന്തിനാ? ഒരാശ്വാസത്തിനും ഒരു ഓളത്തിനും. പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഒരു മാനസിക സമാധാനം കിട്ടാൻ. ഞാൻ പ്രാർത്ഥിച്ചില്ലാത്തത് കൊണ്ട് എന്നെ ആരും ശിക്ഷിക്കരുത് എന്ന സ്വയബോധത്തിൽ നിന്ന് ഒരു കാട്ടിക്കൂട്ടൽ. അതിനപ്പുറത്ത് ചങ്കു പറിച്ചു വെച്ച് ദൈവം മുമ്പിൽ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം തന്നതാണ് ഈ ജീവിതം, എങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയത്രേ. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത ഇടങ്ങളിലും ഞാൻ എന്നെ ചിട്ടപ്പെടുത്തേണ്ടത് എൻ്റെ ദൈവത്തിന് വേണ്ടിയത്രേ. അതിന് കഴിയുന്നുണ്ടോ? അത് ചെയ്യുന്നവരാരുണ്ട്? അപ്പോൾ കർത്താവ് തിരുത്തി. ഒന്ന്, നീ പറയുന്നു നീ ഭാഗ്യവാൻ. കർത്താവ് പറയുന്നു നീ നിർഭാഗ്യവാൻ. നീ ഭാഗ്യമെന്നെണ്ണുന്നതെന്തോ അത് തന്നെ നിന്റെ നിർഭാഗ്യമെന്ന് നീ അറിയുക. രണ്ടാമത്, ദൈവമായ കർത്താവ് പറയുന്നു, നീ പറയുന്നു നീ സമ്പന്നനാണെന്ന്. ഞാൻ പറയുന്നു നീ അരിഷ്ടനും പരമദരിദ്രനുമാണെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് നമ്മെ ചിന്തിപ്പിക്കണം, ഒരുപാട് ആഴമായി ചിന്തിപ്പിക്കണം. മനുഷ്യ, നീ പറയുന്നു നീ സമ്പന്നനാണെന്ന്. കർത്താവ് പറയുന്നു നീ അരിഷ്ടനും ദരിദ്രനുമാണെന്ന്. നിനക്ക് ഒന്നിലും ഒരിക്കലും തൃപ്തി വരുന്നില്ലല്ലോ. നിനക്ക് അത്യാവശ്യമുള്ളത് എന്നും നിനക്ക് അന്യമാണല്ലോ. സമ്പത്ത് മതി എന്ന് പറഞ്ഞ് ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും ഈ ലോകത്തങ്ങനെ ജീവിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടെന്ന് ഞാൻ നനയ്ക്കുന്നില്ല. ദൈവമക്കളെ, ഈ അടുത്ത ദിവസം വാട്സാപ്പിൽ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചൊരു ചിന്തയുണ്ട്, നിങ്ങളത് അടുത്ത ദിവസം കേൾക്കും. ദൈവമക്കളെ, ഒരു രാജ്യത്തിൻ്റെ രാജ്ഞി മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശവപ്പെട്ടിയുടെ പുറത്ത്, അടക്കിയ കല്ലറയ്ക്ക് പുറത്ത് എഴുതി വെച്ചു, ഒരു കുറിപ്പ് എഴുതി വയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ഇത് തുറക്കുക. ദൈവമക്കളെ, പണത്തിന് ആവശ്യം വരുമ്പോൾ ഇത് തുറക്കുക. ഒരു കല്ലറ, റാണി അതിനകത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാലങ്ങൾ കടന്നു പോയപ്പോൾ അത്യാഗ്രഹിയായ ഒരു രാജാവ് ഈ കല്ലറ തുറന്നു. കല്ലറ തുറന്നപ്പോൾ അതിനകത്ത് മനോഹരമായ മറ്റൊരു കുറിപ്പുണ്ടായിരുന്നു. അത്രയ്ക്ക് ദ്രവ്യാഗ്രഹിയല്ലായിരുന്നെങ്കിൽ നീ ഇത് തുറക്കുകയില്ലായിരുന്നു. വേറൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ,
സമ്പത്ത് കിട്ടിയിട്ട് എനിക്ക് തൃപ്തിയായി, ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ഒരാളും ലോകത്തില്ല. എത്ര കിട്ടിയാലും പോരട്ടെ, എത്ര കിട്ടിയാലും പോരട്ടെ, എത്ര കിട്ടിയാലും പോരട്ടെ. കൂടപ്പിറപ്പിൻ്റെതും കൂടെ പോരട്ടെ, എല്ലാ സഹോദരങ്ങളുടേതും ഇങ്ങ് പോരട്ടെ. കള്ളപ്രമാണം ഉണ്ടാക്കിയോ, കൈക്കൂലി കൊടുത്തോ, ഇനി ആരെയും കയ്യിലെടുത്തോ, ഇതെല്ലാം ഇങ്ങ് പോരട്ടെ. മറ്റുള്ളവരൊക്കെ പെരുവഴി ആധാരമായാൽ എനിക്കെന്താ, എല്ലാം എൻ്റെ കയ്യിൽ വരട്ടെ. ദൈവമക്കളെ, ദയാദാക്ഷിണ്യം ലവലേശമില്ലാതെ, കൂടപ്പറപ്പ് സ്നേഹം ലവലേശമില്ലാതെ, പരസ്പര ബഹുമാനം ലവലേശമില്ലാതെ, ദൈവത്തിൻ്റെ പൈതലാണ് ഞാനെന്ന് അഹങ്കരിച്ച് ഞെളിഞ്ഞു നിന്നാൽ സ്വർഗമത് അംഗീകരിക്കില്ല. ദൈവ മുമ്പിൽ അത് വിലപ്പോകില്ല. നിന്റെ സഹോദരനുള്ളത് നീ കൊടുത്തിരിക്കണം, നിനക്കുള്ളത് നിന്റെ കയ്യിൽ വയ്ക്കാം. ദൈവമക്കളെ, തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പ് നടത്തിയും അവിഹിത മാർഗത്തിലും കൈക്കൂലി വാങ്ങിയും കൊള്ളപ്പലിശ വാങ്ങിയും കൊയ്തു കൂട്ടുന്ന മുതല് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുകയില്ലെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ സമ്പന്നനാണെന്ന് നീ പറഞ്ഞിട്ടും നിനക്കൊരിക്കലും തൃപ്തി വരുന്നില്ലല്ലോ. എന്നാൽ നിനക്ക് അത്യാവശ്യമുള്ള പലതും ഇന്നും നിനക്ക് അന്യമാണല്ലോ. ചില മനുഷ്യരെ കോടാനുകോടീശ്വരന്മാരാണ്, പക്ഷെ ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ അവർക്കൊരിറ്റ് സ്നേഹം കിട്ടാൻ മാർഗമില്ല. അവരെ സ്നേഹിക്കാൻ ആരുമില്ല. സ്നേഹിക്കേണ്ടവരെയൊക്കെ അവർ ശത്രുക്കൾ എന്നെണ്ണി തള്ളിച്ചവിട്ടി പുറത്താക്കി. അടുത്ത് നിൽക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, സാന്ത്വനം പറയാൻ ആരുമില്ല, വാത്സല്യിക്കാൻ ആരുമില്ല. കോടികൾ കൈമുതലുണ്ടായിട്ടും ഒരാൾക്ക് ഈ ലോകജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സ്നേഹം കിട്ടാനില്ലെങ്കിൽ അയാളെ പോലൊരു ദരിദ്രൻ ലോകത്ത് വേറെ ആരാണുള്ളതെന്ന് ഇനി നിങ്ങൾ പറ. സ്നേഹിക്കേണ്ടവരുടെ സ്നേഹം ലഭ്യമാകുന്നില്ലെങ്കിൽ കോടികൾ എന്താ പ്രയോജനം ചെയ്യുക? കോടികൾ കാശ് മുടക്കിയാൽ ഭാര്യയുടെ സ്നേഹം പകരം കിട്ടുമോ? കോടികൾ ഒരിടത്ത് ചിലവഴിച്ചാൽ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം പകരം കിട്ടുമോ? കോടികൾ ഒരിടത്ത് കൊണ്ടുപോയി കൊടുത്താൽ മക്കളുടെ സ്നേഹം കിട്ടുമോ? കോടികൾ കൊടുത്താൽ കൂടപ്പറപ്പിൻ്റെ സ്നേഹം കിട്ടുമോ? ഇല്ല. സാന്ത്വനം കിട്ടാൻ, സ്നേഹം കിട്ടാൻ പണം കൊടുത്താൽ പറ്റില്ല. അത് മുമ്പ് അച്ഛൻ ഈ പന്തലിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കാശ് കയ്യിലുള്ളവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മെത്ത വാങ്ങാൻ പറ്റും. 300 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ വിലയുള്ള മെത്തകൾ മാർക്കറ്റിലുണ്ട്. 3 ലക്ഷം രൂപയുടെ മെത്ത വാങ്ങിക്കൊണ്ടുവന്ന് ഒരാൾക്കതിൽ കിടക്കാം. പക്ഷെ വേൾഡ് മാർക്കറ്റിൽ ഒരിടത്തും ഉറക്കം വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവർ ഒരുപക്ഷെ പരിഹസിച്ച് ചിരിക്കും. ഉറക്കം വിലയ്ക്ക് വാങ്ങാൻ കിട്ടും അച്ഛാ, കുപ്പിയിൽ കിട്ടും, പാക്കറ്റിൽ കിട്ടും, ക്യാപ്സ്യൂളായിട്ടും ടാബ്ലറ്റായിട്ടും കിട്ടുമെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പറയും. ഇതൊക്കെ ആസ്വദിച്ചിട്ട് മനുഷ്യൻ മയങ്ങുകയാണ്, ബോധം കെടുകയാണ്, ഉറങ്ങുകയല്ല. ഉറക്കം സുഖകരമാണ്, പക്ഷെ ഈ പറഞ്ഞതിലൂടെ കിട്ടുന്ന ആ മയക്കമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിലെ ഭയാനകമായ തകർച്ചയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ കേൾക്കുക, സ്നേഹദാരിദ്ര്യം അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇത് കേൾക്കുന്നുണ്ടാകും. ഉറപ്പ്, എല്ലാം ഉണ്ട്, സമ്പത്തിന് കുറവില്ല, വലിയ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്, വില കൂടിയ വാഹനങ്ങൾ 3-4 എണ്ണമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം കിട്ടുന്നില്ല. സ്നേഹത്തോടെ മുഖത്തൊരാൾ നോക്കുന്നില്ല, ആരും പുഞ്ചിരിക്കുന്നില്ല, ആരും സമാധാനത്തോടെ അടുത്ത് നിന്ന് ഇടപഴകുന്നില്ല. വിളിച്ചാൽ എന്തെങ്കിലും മൂളിഞ്ഞരങ്ങി നിൽക്കും. ഇഷ്ടക്കൂടാൻ ആരുമില്ല എങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ നിന്റെ ശത്രുസ്ഥാനത്താണെങ്കിൽ നിന്നോളം ദരിദ്രനായി ലോകത്തൊരാളില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് അംഗീകരിക്കണം. നീ ആരാലും സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവസ്നേഹം തിരിച്ചറിയുക. സക്കായിയുടെ കുഴപ്പം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇട്ടുമൂടാൻ പണമുണ്ട്, കോടാനുകോടികളുടെ സ്വത്തുണ്ട് സക്കായിക്ക്. അവൻ സമ്പത്തിൻ്റെ നെറുകയിൽ അടയിരുന്നവനാണ്. അവൻ്റെ പേരിനോട് ചേർത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ചുങ്കക്കാരുടെ പ്രമാണി, കോടാനുകോടീശ്വരൻ, കൊട്ടാരവാസി. പക്ഷെ എന്താ, അവനെ സ്നേഹിക്കാൻ ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ ആരും ഉണ്ടായില്ല. ചുങ്കക്കാരനോട് യഹൂദമതമെടുക്കുന്ന നിലപാടെന്താണെന്നറിയാമോ? ചുങ്കക്കാരൻ വേശ്യാസ്ത്രീയേക്കാൾ വലിയ പാപിയാണെന്നാണ് യഹൂദന്മാർ പറയുന്നത്. കാരണം സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവൻ. റോമൻ ഗവൺമെൻറ് യഹൂദിയ രാജ്യത്തെ അടിമയാക്കി വച്ചിരിക്കുന്നു.
ശത്രുക്കളായ റോമൻ ഗവൺമെന്റിന് വേണ്ടി യഹൂദന്മാരിൽ നിന്ന് അന്യായമായി കരം പിരിക്കുന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്നു യഹൂദനായ സക്കായി. അതുകൊണ്ട് സക്കായിക്ക് യഹൂദ മതം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നറിയാമോ? പള്ളിയിൽ പ്രവേശിപ്പിക്കില്ല, പള്ളി ഭ്രഷ്ടനാക്കി. സമുദായത്തിൽ അംഗമെന്ന് എണ്ണുന്നില്ല, സമുദായ ഭ്രഷ്ടനാക്കി. സക്കായിയുടെ പെറ്റമ്മ അവനെ പെരുവഴിയിൽ വെച്ച് കണ്ടാൽ കാർക്കിച്ചു തുപ്പും, എന്നിട്ട് സ്വയം ശപിക്കും. ഇതുപോലെ ശപിക്കപ്പെട്ട ഒരുത്തന് എൻ്റെ ഉദരം വഹിച്ചല്ലോ, എൻ്റെ ഉദരവും ശപിക്കപ്പെട്ടു പോയല്ലോ, നിന്നെ കണ്ടതിനാൽ എൻ്റെ കണ്ണ് പൊട്ടിപ്പോകട്ടെ എന്ന് പെറ്റമ്മ ശപിക്കും. അവനെ ജനിപ്പിച്ച് അപ്പനവനെ വഴിക്ക് വെച്ച് കണ്ടാൽ, ഓ ഈ ശപിക്കപ്പെട്ടവനെ ഞാൻ കണ്ടുപോയല്ലോ, പൊന്നു കർത്താവേ എൻ്റെ കണ്ണ് അന്ധമായി പോകട്ടെ എന്ന് പറയും. കൂടപ്പറപ്പുകൾ അവനെ കാണുമ്പോൾ അവനെ ആട്ടിയിട്ട് മറുവഴി കടന്നു പോകും. എല്ലാവരും ഉള്ളവനാ, പക്ഷെ സക്കായിക്ക് സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാവരും അവനെ വെറുത്തിരിക്കുന്നു. ഇതല്ലേ ഇന്ന് ഈ പന്തലിരിക്കുന്ന ഒത്തിരി പേരുടെ യഥാർത്ഥ കഥ? ഇത് തന്നെയല്ലേ? വിങ്ങിക്കരയുന്നുണ്ട് ഇവിടെ ഇരുന്ന് ഒരുപാട് പേർ. ചങ്ക് പിടഞ്ഞിട്ടാണ് ഈ പറയുന്നത് എന്നെ കുറിച്ചാണെന്ന ആന്തരിക ബോധം. എന്നാൽ സക്കായി ഒരിക്കൽ കേട്ടു പാപിയെ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച്, ചുങ്കക്കാരനെ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച്, വേശ്യാസ്ത്രീയ മകളെ എന്ന് വിളിച്ച് സാരമില്ല എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരാളെ കുറിച്ച്, നസറേത്തുകാരൻ യേശുവിനെ കുറിച്ച്. അവൻ്റെ ഉള്ളു പിടഞ്ഞു. ആ സ്നേഹിക്കുന്നവനെ എനിക്കൊന്ന് കാണണം. പാപിയെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനെ എനിക്കൊന്ന് കാണണം. അതുകൊണ്ടാ സക്കായി ബന്ധപ്പെട്ടു പോയത്. പൊക്കം കുറവായതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ അവൻ യേശുവിൻ്റെ മുഖം ദർശിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ പിന്മാറിയില്ല. അത്തിമരത്തിൽ കയറി. അവനെ ആരും കാണരുതെന്ന് വെച്ച് ഇലകൾക്കുള്ളിൽ ഒളിച്ചിരുന്നവൻ കർത്താവിനെ വീക്ഷിച്ചു കണ്ടു. പക്ഷേ അവൻ കർത്താവിനെ കാണും മുമ്പ് കർത്താവ് അവനെ കണ്ടു കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ മുക്കിലോ മൂലയിലോ അകത്തോ പുറത്തോ നീറുന്ന ഹൃദയവുമായി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, നീ സമ്പത്തെന്ന് എണ്ണിയതൊന്നുമല്ല സമ്പത്ത്. നിനക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നീ ദരിദ്രനാണ്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞ് നീ മടങ്ങിപ്പോകും. കുഞ്ഞെ, എന്നാൽ ഓർക്കുക, കർത്താവ് നിന്നെ സ്നേഹിച്ചത് നിന്റെ യോഗ്യത കണ്ടിട്ടല്ല, നീ നീതിമാനാണെന്ന് കണ്ടിട്ടല്ല, നീ ശുദ്ധിയുള്ളവളെന്ന് കണ്ടിട്ടല്ല, നിന്നിൽ അഹങ്കാരമില്ലെന്ന് കണ്ടിട്ടല്ല, നീ നിഗളിയല്ലെന്ന് കണ്ടിട്ടല്ല, നീ ദ്രവ്യാഗ്രഹിയല്ലെന്ന് കണ്ടിട്ടല്ല, നീ പാപിയാണെന്ന് കണ്ടിട്ടാണ് അവൻ നിന്നെ സ്നേഹിച്ചതും എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറഞ്ഞതും. അത് ബോധ്യപ്പെട്ടെങ്കിൽ നീ മറ്റുള്ളവരോട് അതേ നിലപാടെടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് സമ്പന്നനാകാൻ കഴിയും. ഹല്ലേലൂയ. നിനക്ക് ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ ഒരു പരമദരിദ്രനാണെന്ന്. വീണ്ടും സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നീ ദരിദ്രനാണ്. നിനക്ക് ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ അതിലും വലിയ ദരിദ്രയാണ്. ഇന്ന് ഒരുപാട് പേരുടെ പ്രശ്നം ആത്മസന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. കുപ്പിയടിച്ച് സന്തോഷിക്കുന്നവരുണ്ട്, അത് സന്തോഷമല്ല. ജീവിത പങ്കാളി അപ്പുറത്ത് മാറിയിരുന്ന് കരയുകയാണ്, മക്കൾ അപ്പുറത്തിരുന്ന് സങ്കടപ്പെടുകയാണ്, മാതാപിതാക്കൾ അപ്പുറത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. കുപ്പിയടിച്ച് സന്തോഷിക്കുന്നത് സന്തോഷമല്ല സ്നേഹിതരെ, അത് നിന്റെ ജീവിതത്തിലെ ശാപമാണ്. അത് നിന്റെ തലമുറകളുടെ മേൽ വരുന്ന ശാപമാണ്. അത് നിന്റെ കുടുംബം നശിക്കാനുള്ള വഴിയാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള കച്ചവട കേന്ദ്രങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിരുന്ന ഒരു സമുദായമാണിത്. ദൈവമക്കളെ, ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് രാജപദവിയോടെ കേരളത്തിൽ കുടിയേറി പാർത്തൊരു വംശമാണിത്. ഇന്ന് ബിസിനസ് മറ്റുള്ളവരുടെ കയ്യിലാ, സാമ്പത്തിക നില മറ്റുള്ളവരുടെ കയ്യിലാ. കുടിച്ചു തീർത്തതല്ലേ, ക്രമം കെട്ട് ജീവിച്ചതിൻ്റെ ബാക്കി പത്രമല്ലേ? സമ്പന്നമല്ലാത്തൊരു കുടുംബം ഈ സമുദായത്തിൽ ഉണ്ടായെങ്കിൽ ക്രമം കെട്ട ജീവിതത്തിൻ്റെ ബാക്കി പത്രമല്ലേ? ഇനിയെങ്കിലും തിരുത്തപ്പെട്ടില്ലെങ്കിൽ 2 തലമുറയ്ക്കപ്പുറം സമുദായം ബാക്കി കാണുമോ? നിങ്ങൾ ശപഥം ചെയ്ത് മദ്യപാനത്തോട് വിടപറ, തെറ്റായ ജീവിതശൈലികളെ വിട്ടുകള. നിങ്ങൾ തിരുത്തപ്പെട്ട് ക്രിസ്ത്യാനിയെങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിക്ക്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ഉള്ളിൽ കണ്ടെത്തിയാൽ
ആ ആൾ അനുഭവിക്കുന്നതാണ് ആനന്ദം. ഹല്ലേലൂയാ. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ മേൽ വരാതിരിപ്പാൻ എനിക്ക് പകരമായി കുരിശിൽ മരിച്ച എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് വിടുതൽ തന്ന എൻ്റെ കർത്താവേ, മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും നരകത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത നീ എനിക്ക് തന്ന ഈ വിടുതലാണ് എൻ്റെ ആനന്ദം. ഹല്ലേലൂയാ. നമ്മുടെ സന്തോഷത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആകണം. മദ്യമല്ല, മയക്കുമരുന്നല്ല, ലോക ഇമ്പങ്ങളല്ല, ലോകസുഖങ്ങളല്ല, ആഡംബരമല്ല, സമ്പത്തുമല്ല. സന്തോഷ വിഷയമാകേണ്ടത് ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവാകണം. ഹല്ലേലൂയാ. ലവോദോക്കിയായി നോക്കി കർത്താവ് പറയുന്നു, അർത്ഥാൽ നമ്മളെ നോക്കി ഈ രാത്രി കർത്താവ് നാലാമത് സംസാരിക്കുന്നു. നീ പറയുന്നു നിനക്ക് വസ്ത്രമുണ്ടെന്ന്, ഞാൻ പറയുന്നു നീ നഗ്നനാണെന്ന്. ദൈവമക്കളെ, നമ്മളൊക്കെ അവകാശപ്പെടുന്നത് നമുക്ക് വസ്ത്രമുണ്ടെന്നാണ്. എന്നാൽ കർത്താവ് ഈ രാത്രി പറയുന്നു നീ നഗ്നനാണ്, നീ വിവസ്ത്രനായി വിവസ്ത്രയായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നുവെന്ന്. പ്രിയരെ, നാം ധരിച്ചിരിക്കുന്ന മോടിയുള്ള വസ്ത്രങ്ങൾ നമ്മുടെ നഗ്നത മറയ്ക്കുന്നില്ല, നമ്മുടെ ഉള്ള അവസ്ഥ പുറത്ത് കാണാതെ നമ്മെ സംരക്ഷിക്കുന്നില്ല. കർത്താവ് എല്ലാം നോക്കിക്കാണുന്ന ദൈവമാണ്. ഏതെല്ലാം തരം വസ്ത്രം ധരിച്ചാലും, എത്ര മോടിയുള്ള വസ്ത്രം ധരിച്ചാലും, എത്ര ആഡംബരത്തിൽ വസ്ത്രം ധരിച്ചാലും, എത്ര ലക്ഷം രൂപയുള്ള വസ്ത്രം ധരിച്ചാലും, ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിവസ്ത്രനായി നിൽക്കേണ്ടി വരുമോ? ലോകത്ത് നമുക്ക് ഞെളിഞ്ഞു നടക്കാം. മോടിയുള്ള വസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച് നമുക്ക് ലോകരുടെ മുമ്പിൽ അവരെ അമ്പരപ്പിക്കാം. ദൈവമക്കളെ, എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ ആ വസ്ത്രവുമായി ചെന്ന് നിന്നാൽ തമ്പുരാൻ പറയും നീ നഗ്നനാണെന്ന്. ഏതെല്ലാം തരം വസ്ത്രം ധരിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ പാപം വെളിപ്പെട്ട് വരുമ്പോൾ, എൻ്റെ എല്ലാ ഉള്ളുകളികളും വെളിപ്പെട്ട് വരുമ്പോൾ, എൻ്റെ രഹസ്യ ജീവിതം വെളിപ്പെട്ട് വരുമ്പോൾ, എൻ്റെ നടപ്പുകളെല്ലാം വ്യക്തമായി കാണപ്പെടുമ്പോൾ തമ്പുരാൻ പറയും നീ ധരിച്ചതൊന്നും വസ്ത്രമല്ല, നീ നഗ്നനാണെന്ന്. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവ് ഈ രാത്രി നമ്മളോട് പറയുന്നത് നാം അംഗീകരിക്കണം. ദൈവം നമ്മളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം വേഷം കെട്ടിയാലും നാം നഗ്നരാണ്. പാപത്തിൻ്റെ നഗ്നത നമ്മെ ലജ്ജിതരാക്കുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ. കർത്താവും രക്ഷിതാവുമായവൻ്റെ നിർമ്മല രക്തത്തിൽ അലക്കി വെളുപ്പിച്ചതും കറയോ ചുളുക്കമോ ഇല്ലാത്തതുമായ നീതിയുടെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ നാം നഗ്നരാണ്. കർത്താവ് തൻ്റെ മണവാട്ടിക്ക് വാഗ്ദത്തം ചെയ്ത ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിൽ നാം നഗ്നരാണ്. വീണ്ടെടുക്കപ്പെട്ടവരുടെ വസ്ത്രമാകുന്ന സന്തോഷ വസ്ത്രം നാം ധരിച്ചില്ലെങ്കിൽ നാം നഗ്നരാണ്. രക്ഷാവസ്ത്രം ധരിച്ച് യേശു ക്രിസ്തുവിൽ മറഞ്ഞില്ലെങ്കിൽ നാം നഗ്നരാണ്. തേജസ്സും പ്രകാശവുമായവനെ കാണുവാനുള്ള പ്രകാശവസ്ത്രം ധരിച്ചില്ലെങ്കിൽ നാം നഗ്നരാണ്. സ്തുതി എന്ന വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ നാം നഗ്നരാണ്. വിശുദ്ധ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ നാം നഗ്നരാണ്. ഉത്സവ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ നാം നഗ്നരാണ്. ഹല്ലേലൂയാ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച കറയോ ചുളുക്കമോ ഇല്ലാത്ത നിർമ്മല നിലയങ്കി അത്രേ വേർതിരിക്കപ്പെട്ട ദൈവമക്കൾക്ക് വസ്ത്രമായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അർത്ഥാൽ നമ്മുടെ കഴുകപ്പെടൽ തന്നെ. ഹല്ലേലൂയാ. പാപമോചനം പ്രാപിക്കാത്തവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിക്കാത്തവർ, യേശുവിൻ്റെ രക്തത്തിൻ്റെ കഴുകൽ പ്രാപിക്കാത്തവർ, യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര പ്രാപിക്കാത്തവർ എല്ലാവരും ദൈവം മുമ്പിൽ നഗ്നരായിരിക്കും. എങ്കിലിത് കേൾക്കുന്ന ദൈവജനമേ, നീ മദ്യപാനിയെങ്കിൽ നീ നഗ്നനാണ്. ദൈവം മുമ്പിൽ നീ വിവസ്ത്രനാണ്. നീ പുകവലിക്കുന്നയാളാണെങ്കിൽ, നീ മയക്കുമരുന്നിൻ്റെ അടിമയാണെങ്കിൽ, നീ അശുദ്ധി കാണുന്നയാളാണെങ്കിൽ, നീ വ്യഭിചാര ബന്ധത്തിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ, നീ ഏതെങ്കിലും പ്രേമബന്ധത്തിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ, അത് വിവാഹത്തിന് മുൻപോ വിവാഹ ജീവിതം നയിക്കുമ്പോഴോ ആകാം. നീ അർഹതപ്പെടാത്ത ഏതെങ്കിലും പ്രേമബന്ധത്തിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ നീ നഗ്നനാണ്, നീ പാപിയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആകയാൽ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ലവോദോക്കിയായേ, ആകയാൽ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം.
നീ ഭാഗ്യവാനെന്ന് സ്വയം പറയുന്നു, ദൈവം പറയുന്നു നീ നിർഭാഗ്യവാൻ. നീ സമ്പന്നനെന്ന് സ്വയം അഭിമാനിക്കുന്നു, ദൈവം പറയുന്നു നീ ദരിദ്രനും അരിഷ്ടനുമാണ്. നീ കാഴ്ചയുള്ളവനെന്ന് സ്വയം അഭിമാനിക്കുന്നു, കർത്താവ് പറയുന്നു നീ അന്ധനാണെന്ന്. നാലാമത് നീ പറയുന്നു നിനക്ക് വസ്ത്രമുണ്ടെന്ന്, കർത്താവ് പറയുന്നു നീ നഗ്നനാണെന്ന്. ഇത്രയും പറഞ്ഞ കർത്താവ് പറയുന്നു നീ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒന്നാമത്, നീ നിന്റെ ഭൗമിക നേട്ടങ്ങൾ നിന്നെ സമ്പന്നനാക്കുന്നില്ല എന്നറിഞ്ഞ് തീയിൽ ഊതിക്കഴിച്ച മാറ്റി നിർണയിക്കാനാകാത്ത അതിപരിശുദ്ധ പൊന്നാകുന്ന യേശു ക്രിസ്തു നിന്റെ സമ്പത്തായി തീരണം. ഹല്ലേലൂയാ. ഈ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്തും നിന്റെ സ്വന്തമായാലും നീ ദരിദ്രനെന്നാൽ ദൈവമക്കളെ സമ്പന്നനാകാനുള്ള വഴി തീയിൽ ഊതിക്കഴിച്ച മാറ്റി നിർണയിക്കാനാകാത്ത അതിപരിശുദ്ധ പൊന്നാകുന്ന തങ്കക്കട്ടയാകുന്ന യേശു ക്രിസ്തു നിന്റെ സമ്പത്തായി തീരണം ഈ രാത്രി. എങ്കിൽ ഞാൻ സമ്പന്നനാണെന്ന് നിനക്ക് ചങ്കുറപ്പോടെ പറയാം. ഇത് ജീവിതത്തിൽ ബോധ്യപ്പെട്ട ഭക്തനാണ് പാടിയത്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഇങ്ങനെ പാടിവെച്ചത് ഈ ബോധ്യമുള്ളിൽ തട്ടിയ ഒരു ദൈവഭക്തനാണ്. ഈ പാട്ട് ഏറ്റുപാടാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് അർഹതയുള്ളത്? എന്ത് അർഹതയുണ്ടായിട്ടാണ് ഈ വരികൾ നമ്മുടെ നാവ് പാടുന്നത്? എൻ്റെ സമ്പത്ത് യേശുവാണെന്ന് പാടിയ ആൾ ആ ബോധ്യത്തിൽ നിന്ന് അത് ഉറപ്പിച്ചാണ് പാടിയത്. നമ്മൾ ലോകത്തിൻ്റെ സമ്പത്തിന് ജീവിതം പണയപ്പെടുത്തി വെച്ചിട്ട് എൻ്റെ സമ്പത്ത് യേശുവാണെന്ന് പാടിയാൽ അതും പൊള്ളത്തരമല്ലേ? തിരുത്തപ്പെടണ്ടേ നമുക്ക്? ദൈവമക്കളെ, വീണ്ടും ഇത് തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കിയ ഭക്തൻ ആ പാട്ടുപാടി നമുക്കത് യോഗ്യതയോടെ പാടാൻ കഴിയണം. വീണ്ടും കർത്താവ് രണ്ടാമത് പറയുന്നു, നീ വിലയ്ക്ക് വാങ്ങിയ മോടിയുള്ള വിശേഷ വസ്ത്രങ്ങൾ നിന്റെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തമല്ല. യേശു എന്ന നിർമ്മല കുഞ്ഞാട് തൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചതും പാപത്തിൻ്റെ യാതൊരു കറയോ ചുളുക്കമോ ഇല്ലാത്തതും വിശുദ്ധിയുടെ പര്യായവുമായ നീതിയുടെ വസ്ത്രവുമായി കർത്താവ് നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു നിന്റെ സമ്പത്തായാൽ യേശു നിനക്ക് നീതി വസ്ത്രം തരും. പാപം യേശുവിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ച് നീതിയുടെ വസ്ത്രം കർത്താവിൽ നിന്ന് വാങ്ങി ധരിക്കണം. ഈ രാത്രി നീ കുമ്പസാരിക്കുമെങ്കിൽ, നീ അനുതപിക്കുമെങ്കിൽ, നീ പൊട്ടിക്കരയുമെങ്കിൽ, നീ പാപമേറ്റു പറയുമെങ്കിൽ, നീ പാപിനിയായ സ്ത്രീ ചെയ്തതുപോലെ നിന്റെ അനുതാപ കണ്ണുനീര് കൊണ്ട് നിന്റെ തമ്പുരാൻ്റെ പാദപീഠം കഴുകുമെങ്കിൽ ഈ രാത്രി അവൻ നിന്റെ നഗ്നത മറയ്ക്കാൻ നീതിയുടെ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. പാപം നിന്നിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ നീ ധരിക്കുന്നത് നീതിയുടെ വസ്ത്രമാണ്. ഹല്ലേലൂയ. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വിധം ധരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വെള്ളയുടുപ്പ് തരുമെന്നാണ് കർത്താവിൻ്റെ പ്രഖ്യാപനം. ഹല്ലേലൂയ. പക്ഷെ ഞാനത് വാങ്ങാൻ തയ്യാറാകണം. തമ്പുരാൻ എത്ര നാളായി ഈ വസ്ത്രം നീട്ടിപ്പിടിച്ച് പിറകെ നടക്കുന്നു. ഈ പന്തലിൽ വന്ന ആയിരങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, ഞാൻ നിനക്കുള്ള വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച വസ്ത്രമാണ്, എൻ്റെ യാഗത്താൽ സാധിപ്പിച്ചെടുത്തതാണ്, തുന്നിയെടുത്തതാണ്. കുഞ്ഞെ, നീ വിശുദ്ധിക്ക് സമർപ്പിച്ച് ആ വസ്ത്രം സ്വന്തമാക്കുക. വിശുദ്ധിക്ക് സമർപ്പിക്കണം. ആത്മശരീര മനസ്സുകളെ വിശുദ്ധിക്ക് സമർപ്പിക്കണം. ഉള്ളും പുറവുമുള്ളതുപോലെ വിശുദ്ധമാകണം. ഈ കൺവെൻഷൻ തിരശ്ശീല വീണ് മടങ്ങിപ്പോകുമ്പോൾ സ്വന്തം വാഹനത്തിൽ പോകുന്നവരും ഗ്രൂപ്പായിട്ട് വാഹനം വിളിച്ചു വന്നവരും തലകുമ്പിട്ടിരുന്ന് സ്വയം പരിശോധിക്കണം. വണ്ടി ഓടിക്കുന്നവരൊഴികെയുള്ളവരെല്ലാം സ്വയത്തോട് ചോദിക്കണം, ഞാൻ കാഴ്ചയുള്ളയാളാണോ? ഞാൻ സമ്പന്നനാണോ? എനിക്ക് വസ്ത്രമുണ്ടോ? ഞാൻ ഭാഗ്യവാനാണോ? അല്ലെന്നാണ് ഉള്ളം പറയുന്നതെങ്കിൽ ഉള്ളുപൊട്ടി കരഞ്ഞനുതപിക്കണം. നാളെ ഇവിടെ യോഗമില്ല. 2019 ഇവിടെ യോഗമുണ്ടാകുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. അങ്ങനൊരു യോഗമുണ്ടായാൽ ആ യോഗം കൂടാൻ യോഗമുള്ള ആരൊക്കെ ഇതിനകത്തുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജീവിതത്തെ ഇന്ന് രൂപാന്തരപ്പെടുത്തണം. 3, കർത്താവ് വീണ്ടും സംസാരിക്കുന്നു. നിന്റെ അന്ധത മാറി ശരിയായ കാഴ്ചയുണ്ടാകേണ്ടതിന്, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് തന്നെ, കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ കാണാൻ നിനക്ക് കണ്ണുണ്ടാകേണ്ടതിന്
ലവോദോക്കിയയിലുണ്ടാക്കുന്ന നയനലേപനമല്ല, പിന്നെയോ ഗിലയാദിലെ പരമവൈദ്യനായ കർത്താവിൻ്റെ പക്കൽ നിന്ന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന ലേപം നീ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഗിലയാദിലെ വൈദ്യൻ യേശുക്രിസ്തുവാണ്. അവനിൽ നിന്ന് നീ സ്വീകരിക്കണം. അപ്പോൾ നിനക്ക് ശരിയായ കാഴ്ച കിട്ടും. അപ്പോൾ നിന്റെ ഉൾക്കണ്ണ് തുറക്കും. അപ്പോൾ നിനക്ക് യേശുവിൻ്റെ കണ്ണുകൊണ്ട് ഈ ലോകത്തെ നോക്കിക്കാണാനുള്ള ഭാഗ്യമുണ്ടാകും. അപ്പോൾ നീ തകർന്ന ജീവിതങ്ങളെ കാണും, ഒറ്റപ്പെട്ടു പോയവരെ കാണും, അനാഥരെ കാണും, വിധവമാരെ കാണും, ചികിത്സിക്കാൻ പണമില്ലാതെ മരണത്തോട് മല്ലടിക്കുന്ന രോഗികളെ കാണും, നിരാശ ബാധിച്ചവരെ കാണും. അവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടാകും. അവസാനിപ്പിക്കട്ടെ. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, തികച്ചും സൗജന്യം. അതിനൊരു വിലയും കൊടുക്കണ്ട. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, തികച്ചും സൗജന്യം, യാതൊരു വിലയും കൊടുക്കണ്ട. വില കൊടുത്ത് രക്ഷ വാങ്ങാൻ കഴിയില്ല. അത് ദൈവസ്നേഹത്തിൻ്റെ ദാനമാണ്. എന്നാൽ സമ്പന്നനാകേണ്ടതിനുള്ള പൊന്നും, നഗ്നത മാറാനുള്ള വസ്ത്രവും, അന്ധത മാറാനുള്ള ലേപനവും വില കൊടുത്ത് വാങ്ങണം. വെറുതെ കിട്ടില്ല. അതിന് ഞാൻ കൊടുക്കേണ്ട വില എന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഞാൻ കൊടുക്കേണ്ട വില എൻ്റെ ആത്മശരീര മനസ്സുകൾ കർത്താവിന് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഞാൻ കൊടുക്കേണ്ട വില എൻ്റെ ജീവിതം വിശുദ്ധിക്ക് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ മരിക്കാതിരിക്കാൻ പകരം മരിച്ചവൻ, ഞാൻ പാതാളത്തിൽ ചെല്ലാതിരിക്കാൻ പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് പാതാളത്തിൻ്റെ അടിത്തറ കുലുക്കി പറിച്ചവൻ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വഴിയായി തീർന്നവൻ, വാതിലായി നിൽക്കുന്നവൻ, ഞാൻ മുൾക്കിരീടം ധരിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചവൻ, ഞാൻ നഗ്നനാക്കപ്പെടാതിരിക്കാൻ പരസ്യമായി നഗ്നനായി പെരുവഴിയോരത്ത് കാഴ്ച വസ്തുവായവൻ, എൻ്റെ ശരീരം ഉഴവുചാൽ പോലെ കീറപ്പെടാതിരിക്കാൻ എനിക്ക് പകരം ഉഴുതുമറിക്കപ്പെട്ടവൻ, എൻ്റെ കൈകാലിൽ ആണിതറയ്ക്കപ്പെടാതിരിക്കാൻ എനിക്ക് പകരമായി ആണിയേറ്റവൻ, എൻ്റെ ചങ്ക് കുത്തി തുറക്കാതിരിക്കാൻ സ്വന്തം വിലാവ് കുത്തിപ്പിളരാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ, അവന് ഞാൻ എൻ്റെ ജീവിതം കൊടുക്കണം. അവൻ്റെ വിശുദ്ധിയിലേക്ക് ഞാൻ എന്നെ ചേർത്ത് വയ്ക്കണം. ഈ രാത്രി എനിക്കത് സാധിക്കുന്നില്ലെങ്കിൽ 16 കൊല്ലമല്ല, ഇനിയൊരു 16 കൊല്ലം കൂടെ ഇവിടെ ഈ കൺവെൻഷൻ നടത്തപ്പെടുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്താലും സ്വർഗവാതിൽ തുറന്നു കിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ നരകത്തിലേക്കുള്ള ടിക്കറ്റും കീശയിലിട്ടിരുന്നാണ് ഇത് കേൾക്കുന്നതെന്ന് സ്വർഗത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മക്കളെ തീ പോലെ ദൈവവചനം പെയ്തിറങ്ങിയത്. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കീശയിലിട്ടിട്ടേ പന്തൽ വിട്ടു പോകാവൂ. ഇടം വലവിരിക്കുന്നവരെ നീ ശ്രദ്ധിക്കേണ്ട. കണ്ണടച്ചിരുന്നൊന്ന് കരയാൻ നോക്ക്. നിന്റെ പാപത്തെ ഇവിടെ വെച്ച് ഉപേക്ഷിക്കാൻ നോക്ക്. ഇതെനിക്ക് ദൈവം തരുന്ന അവസാനത്തെ ചാൻസ് ആണെങ്കിലോ എന്നോർത്തിട്ട് 1000 ചാൻസ് കിട്ടിയിട്ട് ഞാനത് തട്ടിത്തെറിപ്പിച്ചു വിനിയോഗിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്ന് ശരിക്കും ഒന്ന് നിലവിളിക്കാൻ ശ്രമിക്കുക.